നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അരി ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ചട്നിയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് കൊണ്ട് ദോശ ചുടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് നല്ലവെള്ളം ഒഴിച്ചിട്ട് ഒരു 7-8 മണിക്കൂറിന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു സമയം നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഒരു 7-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ നമുക്കിത് നല്ലോണം പൊങ്ങിക്കിട്ടാനുള്ള ഒരു ഐഡിയ ആണിത്. നല്ലൊരു ചൂടുവെള്ളം വേറൊരു പാത്രത്തിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമായിരിക്കണം. അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു മാവിൻ്റെ പാത്രം മേലെ വെച്ചാൽ മതി. അപ്പോൾ പിറ്റേന്ന് രാവിലെ നിങ്ങൾ ദോശ ചുടാനാകുമ്പോഴത്തേക്കും നല്ല പോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മാവൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചട്നി റെഡിയാക്കാം. എള്ളെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം തക്കാളിയും ഉപ്പും ഒരു 2 പച്ചമുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർക്കുന്നുണ്ട്. പൊട്ടുകടല ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർക്കാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിലക്കടലയും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്ക് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ലൂസാക്കണോ അതിനനുസരിച്ച് ലൂസാക്കാം. അപ്പോൾ ഇനി എള്ളെണ്ണയിൽ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ ചട്നിയാണ്, തേങ്ങേൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് ദോശ റെഡിയാക്കി എടുക്കാം. നമ്മൾ എള്ളെണ്ണ തന്നെയാണ് ദോശക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കാം. നമ്മൾ ഉണക്കലരി വെച്ചിട്ട് ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചരി ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.